ഒരു ദുആ ആത്മാർത്ഥമാവുക. ഒരു ദുആ നമുക്ക് ആത്മാർത്ഥമായി ചൊല്ലാൻ എപ്പോഴാ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. ഒരു ദുആ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തട്ടൽ എപ്പോഴാണ്? നമുക്കതിന്റെ ആശയം അറിയുമ്പോഴല്ലേ. നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്റെ രോഗം ശിഫയാക്കണേ അല്ലാ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ, ദാരിദ്ര്യമുണ്ട് റബ്ബേ, കടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഉറ്റവരുടെ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്കറിയാവുന്ന ഭാഷയിൽ മലയാളത്തിൽ ഇങ്ങനെ മനസ്സിൽ നിസ്കാരത്തിന്റെ ഒക്കെ ശേഷമോ മറ്റു ഘട്ടങ്ങളിലോ ഒക്കെ നമ്മൾ പറയുമ്പോ സാധാരണ പോലെയാണോ എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ കണ്ണുനീരണിയാറില്ലേ? കണ്ണുനീരൊഴുകാറില്ലേ? എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? ഞാനും നിങ്ങളും പറയുന്നത് നമ്മുടെ മനസ്സിൽ വല്ലാതെ കൊണ്ടുപോയി, നമ്മുടെ മനസ്സിൽ അത് വല്ലാതെ തട്ടിയിട്ടുണ്ട്. എന്റെ പ്രയാസം ഞാൻ എന്റെ മനസ്സറിഞ്ഞ് എന്റെ റബ്ബിനോട് തുറക്കുമ്പോ ആരും അറിയാതെ എന്റെ കരള് പൊട്ടുന്നു, എന്റെ കണ്ണുനീരൊഴുകുന്നു. ആനറിയാതെ എന്റെ കണ്ണുകൾ ഞാൻ എന്റെ കൈ കൊണ്ട് തുടക്കുന്നു. കാരണം എന്തെന്നല്ലേ, അതെന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയി. കാരണം എന്റെ റബ്ബിനോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അതെന്തേ ആത്മാർത്ഥത വരാൻ കാരണം? നമ്മളത് അറിഞ്ഞതാണ്. അപ്പൊ മയ്യത്ത് നമസ്കാരത്തിൽ നാം ദുആ ആത്മാർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് നമ്മൾ ആ ചോദിക്കുന്ന ദുആയിലൂടെ എന്താണ് ഞാനും നിങ്ങളും റബ്ബിനോട് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ ആത്മാർത്ഥമായി കൊണ്ട് നമുക്കത് പറയാനൊക്കൂ. അതല്ലേ അതിന്റെ ഇഖ്ലാസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹേതുവായി വർദ്ധിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോളൂ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, صلى رسول الله صلى الله عليه وسلم على جنازة فحفظت من دعائه وهو يقول. ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു. ഫഹഫിളതു മിൻ ദുആഇഹി, അവിടുത്തെ ദുആയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മനപ്പാഠമാക്കി. വഹുവ യഖൂലു, അവിടുന്ന് പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر ومن عذاب النار. ഈ ദുആയാണ് ഞാൻ മനപ്പാഠമാക്കിയത്. ഈ ദുആയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു പഠിച്ചത്. ഇത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടപ്പോ, ജനാസ നിസ്കാരത്തിൽ ഉറക്കെ പറയേണ്ട നിസ്കാരമല്ല, പക്ഷേ പഠിപ്പിക്കേണ്ട ആവശ്യാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദുആകളൊക്കെ ഉറക്കെയാക്കിയിട്ടുണ്ട്. സ്വഹാബത്ത് അങ്ങനെ പഠിച്ചിട്ടുമുണ്ട്. ഈ ദുആ കേട്ടപ്പോ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹത്താ തമന്നൈതു, ഞാൻ വല്ലാതെ കൊതിച്ചുപോയി, ഞാൻ വല്ലാതെ മോഹിച്ചുപോയി, അന്നകൂന അനദാലിക്കൽ മയ്യിത്തു, അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു മയ്യത്തിന് വേണ്ടിയാണോ ഈ പ്രാർത്ഥന ഇപ്പോൾ നിർവഹിച്ചത്, ആ മയ്യത്ത് ഞാനായി തീർന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. എന്തേ അങ്ങനെ സഹാബി കൊതിക്കാൻ കാരണം? എന്താണ് ഈ പ്രാർത്ഥനയിൽ ഇത്ര വലിയൊരു അദ്ദേഹത്തെ സ്വാധീനിച്ചത്? നോക്കൂ നിങ്ങൾ, നമ്മുടെയും മനസ്സിനെ സ്വാധീനിക്കും. നമുക്കും ഇഖ്ലാസോടെ അത് ചൊല്ലാനാകും. എപ്പോൾ അത് ചൊല്ലാനാദ്യം പഠിക്കണം, അക്ഷരങ്ങൾ പഠിക്കണം, അതിന്റെ ഹർക്കത്തുകൾ തെറ്റാതെ പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിച്ചു വെക്കണം. എങ്കിലേ നമ്മുടെയും മനസ്സിൽ അങ്ങനെ തോന്നൽ വരികയുള്ളൂ. എന്താണ് ഇവിടെ ഇതിന്റെ ഉദ്ദേശം? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ സഹോദരന് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് നീ പൊറുക്കണേ അല്ലാഹ്. പൊറുക്കുക ഗഫറ എന്ന് പറഞ്ഞാൽ, ഗഫറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ മാലോകരറിയാതെ നീ മൂടി വെക്കണേ. ആളുകൾ അറിയാതെ പരലോകത്ത് മഹ്ശറിലെത്തുമ്പോ ഈ മയ്യത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പാപങ്ങളൊന്നും ആളുകൾ കാണാതെ അറിയാതെ
അവരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടാതെ റബ്ബേ നീ അത് മൂടി വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് പുറത്തു കൊടുക്കണേ. വർഹംഹു, ഈ മയ്യത്തിനോട് നീ റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ അല്ലാഹ്. വആഫിഹി, അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണേ. ആഫി എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകണേ റബ്ബേ. ഖബറിൽ എന്ത് ആരോഗ്യമാണ് നൽകപ്പെടേണ്ടത്, ഖബറിൽ എന്ത് സൗഖ്യമാണ് നൽകപ്പെടേണ്ടത്, നമുക്ക് വിശദീകരിക്കാനുണ്ടല്ലോ. ഖബറിലെ ഭീകരമായ ശിക്ഷകളെ സംബന്ധിച്ച് ആ ശിക്ഷകൾക്ക് വിധേയനാവാതെ ഈ മയ്യത്തിന് നീ സൗഖ്യം നൽകണേ അല്ലാഹ്. ശിക്ഷകളിൽ നിന്ന് രക്ഷ നൽകണേ. വഅഫു അൻഹു, അദ്ദേഹം മനുഷ്യനല്ലേ, ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചുണ്ടായിരിക്കാം, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കാം, ചെറുതും വലുതുമായ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പോരായ്മകളുള്ള മനുഷ്യനായിരിക്കാം. സർവ പോരായ്മകളും സർവ തെറ്റുകളും മാപ്പാക്കണേ അല്ലാഹ്. അതാണിപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. പിന്നെ പറയുന്നു വഅകിരിം നുസുലഹു. നുസുല് എന്ന് പറഞ്ഞാൽ ഒരതിഥിക്ക് അതിഥേയൻ ഒരുക്കി വെക്കുന്ന ഏറ്റവും നല്ല സദ്യയാണ്, ഏറ്റവും നല്ല സൽക്കാരമാണ്, ഏറ്റവും നല്ല വിരുന്ന് സൽക്കാരം വിരുന്നുകാരന് വേണ്ടി വീട്ടുകാർ ഒരുക്കി വെക്കാറില്ലേ? അതേപോലെ ഇതാ വരുന്നു റബ്ബേ നിന്റെ അടുത്തേക്ക് ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരിക്ക് നീ നൽകുന്ന വിരുന്ന് സൽക്കാരം റബ്ബേ ഏറ്റവും നല്ല ആദരവോടുകൂടി നല്ല നിലക്കുള്ള സൽക്കാരം നൽകണേ അല്ലാഹ്. ഇതാ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഈ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വെക്കാനുള്ള സ്ഥലം ഖബറാണല്ലോ. ഖബറിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടല്ലോ, ഖബറിൽ ഇടുക്കമുണ്ടല്ലോ, ഖബറിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രവേശിക്കാനുള്ള പ്രവേശന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കണേ, വിശാലത നൽകണേ റബ്ബേ. അദ്ദേഹം പ്രവേശിക്കുന്നിടത്ത് മുഴുവനും വിശാലത നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി. മാഇ, സൽജ്, ബറദ് എന്നൊക്കെ പറയുന്നത് ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് മഞ്ഞാണ്, മറ്റൊന്ന് ഐസാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മൂന്നിന്റെയും വിശേഷണം? ഒന്നൊന്ന് കൂടുതൽ തണുപ്പാക്കുന്നതാണ് ഈ സാധുവായ മനുഷ്യൻ, അതല്ലെങ്കിൽ ഈ സഹോദരൻ സഹോദരി അതാ ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് അതാ വിട്ടുകഴിഞ്ഞ് ഖബറിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ചൂടുകളുണ്ട്. അദ്ദേഹത്തിന്റെ പാപങ്ങൾ നിമിത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇനി മഹ്ശറിൽ കടന്നു വരാനുള്ള അതല്ലെങ്കിൽ ഖബർ ജീവിതത്തിൽ വന്നേക്കാവുന്ന നരകീയമായ താപങ്ങളുണ്ട്, ചൂടുകളുണ്ട്. റബ്ബേ ദേഹത്തെ നീ കഴുകി ശുദ്ധീകരിക്കണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധമായിക്കൊണ്ട് നരക ചൂടിലേക്ക് എത്തുന്ന ഒരു കാര്യങ്ങളുമില്ലാതെ എല്ലാ നിലക്കും തണുപ്പിക്കുന്ന ഒരു കഴുകൽ, എല്ലാം ശുദ്ധമാക്കുന്ന ഒരു കഴുകൽ നടത്തണേ അല്ലാഹ്. വനഖ്തിഹി മിനൽ ഖതായാ. അദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്ന് നീ അദ്ദേഹത്തെ ശുദ്ധീകരിക്കണേ. ഏതുപോലെ കമാ നഖൈത സൗബൽ അബിയദ. മറ്റൊരു റിപ്പോർട്ടിൽ കമാ യുനഖ സൗബുൽ അബിയദു. രണ്ട് നിലക്ക് പറഞ്ഞാലും ശരിയാണ്. ഒന്നുകിൽ കമാ നഖൈത സൗബൽ അബിയദ എന്ന് വായിക്കാം, അതല്ലെങ്കിൽ കമാ യുനഖ സൗബുൽ അബിയദു എന്നും വായിക്കാം. ഏതുപോലെ കമാ നഖൈത എന്ന് പറഞ്ഞാൽ നീ ശുദ്ധീകരിച്ചതുപോലെ അസ്സൗബൽ അബിയദ മിനദ് ദനസി. വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കും പ്രകാരം. മറ്റേ രൂപത്തിലാണെങ്കിലോ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും പോലെ. രണ്ടായാലും ആശയം ഒന്നാണ്, രണ്ട് വാചകവും ഹദീസിൽ വന്നതുമാണ്. രണ്ട് പഠിച്ചു വെച്ചാലും തെറ്റല്ല, ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റുകൂടാതെ അറിഞ്ഞിരിക്കണം. നീ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പാപക്കറകളിൽ നിന്ന് ശുദ്ധിയാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇനി ഒരു പാപങ്ങളുമില്ലാത്ത നിലക്ക്
വെള്ള വസ്ത്രത്തിൽ എവിടെയും അഴുക്കുണ്ടെങ്കിൽ ദൃഷ്ടിയിൽ പെടുമല്ലോ. ആ നിലക്ക് വെളുത്ത വസ്ത്രത്തിൽ ഒരു നേരിയ ഒരു പോയിന്റ് കറുത്തതുണ്ടെങ്കിൽ ആരുടെയും ദൃഷ്ടിയിൽ അത് പെടുമല്ലോ. അതുകൊണ്ട് വെളുത്ത വസ്ത്രം എങ്ങനെ അഴുക്കില്ലെന്ന് ശുദ്ധീകരിക്കപ്പെടുമോ, അതുപോലെ ഈ സഹോദരന് ഈ സഹോദരിയുടെ പാപങ്ങളിൽ നിന്ന് കറകളിൽ നിന്ന് നീ ശുദ്ധീകരണം കൊടുക്കണേ അല്ലാ. പിന്നെയോ വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅബ്ദിൽഹു. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പകരം കൊടുക്കണേ. ദാരൻ, ഒരു ഭവനം നീ പകരം കൊടുക്കണം. എങ്ങനത്തെ ഭവനമാണ് പകരം കൊടുക്കേണ്ടത്? ഖൈറൻ മിൻ ദാരിഹി, ഇതുവരെ ആ മനുഷ്യൻ താമസിച്ച വീടിനേക്കാൾ ഖൈറായ ഒരു വീട് പകരം കൊടുക്കണേ. ഏതാണ് ഖൈറായ വീട്? സ്വർഗമാണത്, സ്വർഗമാണ്. ദുനിയാവിൽ എത്ര വലിയ വീട്ടിൽ താമസിച്ചവനാണെങ്കിലും എത്ര വലിയ സൗകര്യത്തിൽ കഴിഞ്ഞവനാണെങ്കിലും ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും കൂടി നോക്കിയാലും സ്വർഗത്തിലെ ഒരിഞ്ച് ഭൂമിയോളം അത് വരില്ലല്ലോ. സ്വർഗത്തിലെ ഒരിഞ്ച് സുഖത്തിലെ സുഖത്തോളം അത് വരില്ലല്ലോ. സ്വർഗീയ ലോകത്തിലെ ഒരൽപ്പം മടിമണ്ണിനോട് ലോകം മുഴുവൻ കിടപിടിക്കാൻ നോക്കിയാൽ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഭവനത്തെക്കാൾ ഉത്തമമായ ഭവനം നീ പകരം കൊടുക്കണേ അല്ലാ. ഉണ്ടാക്കി വെച്ച വീട് കാലിയാക്കിയിട്ടല്ലേ പോന്നത്? സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വീടെന്ന് കാലിയായി പോയില്ലേ? അദ്ദേഹം കിടന്ന കട്ടില് കാലിയല്ലേ? അദ്ദേഹം കിടന്ന മെത്ത കാലിയല്ലേ? അദ്ദേഹം തലവെച്ച തലയണ കാലിയായി പോയില്ലേ? മറ്റവകാശികളായില്ലേ? മറ്റു പലരും കയറി കിടന്നില്ലേ? അല്ലാഹുവേ, ഇപ്പോൾ ഇവിടെ വിട്ടേച്ചു പോകുന്ന സൗകര്യങ്ങൾ അതിനേക്കാൾ ഉന്നതമായ ഉത്തമമായ ഉദാത്തമായ സൗകര്യങ്ങളുള്ളതാണല്ലോ സ്വർഗം. ആ സ്വർഗം നീ പകരം കൊടുക്കണേ. വാഹിലൻ ഖൈറൻ മിൻ അഹ്ലിഹി, കുടുംബത്തെ വിട്ടേച്ചുകൊണ്ടല്ലേ പോയത്? ബന്ധുക്കളെ വിട്ടേച്ചുകൊണ്ടല്ലേ പോയത്? ഏറ്റവും ഉത്തമരായ ബന്ധുക്കളെ സ്വർഗത്തിൽ കൊടുക്കണേ അല്ലാ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഇണയെ വിട്ടുകൊണ്ടല്ലേ പോയത്? ഉത്തമകളായ അല്ലെങ്കിൽ ഉത്തമന്മാരായ ഇണകളെ സ്വർഗത്തിൽ നൽകണേ അല്ലാ. ഈ ലോകത്തുള്ള ഇണകൾ തന്നെയായാലും ഈ ലോകത്തുള്ള ഇണകൾ തന്നെയായാലും അള്ളാന്റെ സ്വർഗത്തിലെത്തുമ്പോ എല്ലാവരും ഖൈറായ നിലക്കാണ് പ്രവേശിപ്പിക്കപ്പെടുക. എല്ലാവരും സുന്ദരന്മാരായിട്ടാണ് പ്രവേശിപ്പിക്കപ്പെടുക. എല്ലാവരും സുന്ദരികളായിട്ടാണ് പ്രവേശിപ്പിക്കപ്പെടുക. ഒരു ന്യൂനതകളില്ല, ഒരു കോട്ടങ്ങളില്ല, യാതൊരു തകരാറുകളുമില്ല. ആ നിലക്ക് ഉത്തമന്മാരാണല്ലോ, ഉത്തമകളാണല്ലോ സ്വർഗീയ ഇണകളായിട്ട് വരപ്പെടുന്നത്. അതിനുള്ള അവകാശിയാക്കണേ അല്ലാ, കൊടുക്കണേ റബ്ബേ, നീ അവർക്ക് ആ സൗകര്യം കൊടുക്കണേ എന്നാണ് പറയുന്നത്. അതിന്റെയും പുറമെ പിന്നെയും പറയാണ്, വദ്ഖിൽഹുൽ ജന്ന, സ്വർഗത്തിൽ നീ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കണേ അല്ലാ. വഅഇദുഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ. വമിൻ അദാബിന്നാർ, നരക ശിക്ഷയിൽ നിന്നും രക്ഷ നൽകണമേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസക്ക് വേണ്ടി നിസ്കരിക്കുന്ന നേരത്ത് പ്രാർത്ഥിച്ചതായി സ്വഹാബി കേൾക്കുന്നത്. അതങ്ങ് കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദുആ അങ്ങ് ശ്രദ്ധിച്ചപ്പോ സ്വഹാബത്തിന് തോന്നുകയാണ്, ആ സ്ഥാനത്ത് നബി ഇപ്പോ ഏതൊരു ജനാസയുടെ മുമ്പിൽ നിന്നിട്ടാണോ നിസ്കരിക്കുന്നത്, അക്കിടക്കുന്ന ജനാസ, അക്കിടക്കുന്ന മയ്യത്ത് ഞാനായി പോയെങ്കിൽ എന്നാശിച്ചു പോകാൻ മാത്രം. അതൊക്കെ കേട്ടപ്പോ സഹാബത്തിന് വല്ലാത്ത സ്വാധീനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പ്രാർത്ഥന നമുക്കൊരുപാട് ആളുകൾക്ക് നിർവഹിക്കേണ്ടതില്ലേ?